മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. 11 മണിക്കാണ് ഈ സംസ്കാരം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയ കടുവ പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ സ്ഥിരീകരണം. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനയെന്ന് CCF KS ദീപ പറയുന്നു. പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത്, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. 10 കൊല്ലത്തിനിടയിൽ 8 പേർ കടുവാക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത വരുമ്പോൾ ഞെട്ടലോടെയാണ് ഈ വാർത്ത നമ്മൾ ശ്രവിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഇരയായി രാധ മാറുകയായിരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? രാധയുടെ സംസ്കാരം നടക്കുന്ന വീട്ടിൽ ഉള്ളത് അഭിജിത്ത് മുഴക്കുന്നാണ്. ഞാൻ നിൽക്കുന്നത് ഈ മിഷൻ നടക്കുന്ന ഈ പ്രദേശത്താണ്. അതായത് ഈ സംഭവം ഉണ്ടായിട്ടുള്ള ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇവിടെ നോർത്തേൺ CCF KS ദീപ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. അതിലവർ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു, കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വനം വകുപ്പ്. കടുവ ഇവിടെ തന്നെ ഉണ്ട്. പഞ്ചാരക്കൊല്ലി ഈ പരിസര പ്രദേശങ്ങളിലായി കാടിൻ്റെ ഉൾഭാഗത്തായി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം അത് ഡ്രോൺ പരിശോധനയിലും ഒപ്പം തന്നെ ക്യാമറ ട്രാപ്പിലും കടുവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. എന്ന് ഉച്ചയോടുകൂടി ഡോക്ടർ അരുൺ സക്കറിയ ഈ ടീമിൻ്റെ ഭാഗമായി ചേരും. അതിനുശേഷം എങ്ങനെയാണ് ഇത് സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി എന്ന് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 തരത്തിലാണ് ഈ കടുവ. ഒന്ന് കേജിംഗ് ആണ്, കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടിന് പരിസരത്ത് വരെ കടുവ എത്തിയിട്ടുണ്ട്. അത് ക്യാമറ ട്രാപ്പിലെല്ലാം തന്നെ കടുവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടെ കുടുങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് ഏത് കടുവ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ID പരിശോധനയാണ് നടക്കുന്നത്. ആ കടുവ ഒരുപക്ഷെ വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള വയനാടിൻ്റെ കണക്കുകളിൽപ്പെടുന്ന കടുവയാണോ അതോ പുറത്തുനിന്ന് വന്ന ഈ കർണാടക തമിഴ്നാട് വനമേഖലയിൽ നിന്ന് വന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നോർത്തേൺ CCF KS ദീപ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഫോഴ്സിനെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 50ഓളം സ്റ്റാഫ് RRT സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ ഇവിടെയുണ്ട്. മാത്രമല്ല ഇന്നലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്രിയ കൂടി ഈ സംഘത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയിൽ തീരുമാനം കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ടാകും. കടുവയ്ക്ക് 3 തരത്തിലുള്ള നടപടി, കടുവയെ കീഴടക്കുക എന്നതിന് 3 തരത്തിലുള്ള നടപടിയാണ്. ഒന്ന്, ഉത്തരവ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവനുസരിച്ച് ഒന്ന് കേജിംഗ് ആണ്, മറ്റൊന്ന് ഈ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. ഇത് സാധ്യമായില്ലെങ്കിൽ അത് വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ 3 നടപടിയും വനംവകുപ്പിന് കൈക്കൊള്ളാൻ നൽകിയത് നിങ്ങൾക്കറിയുന്നത് പോലെ രാധയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിൽ.